ജനാധിപത്യം എവിടെയാണ് പ്രായോഗികമാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ വർഗീസേട്ടൻ, നാഷണൽ കോർഡിനേറ്ററാണ്, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് നമ്മുടെ പരിപാടികളിൽ കൂടാറുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഡെമോക്രസി ബിക്കംസ് ഫങ്ഷണൽ ഓൺലി വെൻ പീപ്പിൾ ആർ അവേക്കൻഡ് ഇൻ കോൺഷ്യസ്നെസ്. എല്ലാവരും ബോധോദയം നേടിയവരാകുമ്പോൾ ജനാധിപത്യം പ്രാവർത്തികമാകും. എല്ലാവരും ബോധോദയം നേടിയവരാകുമ്പോൾ ജനാധിപത്യം പ്രാവർത്തികമാകും. ഈ വിഷയമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ആരും നയിക്കുമാറാകട്ടെ. ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം യഥാർത്ഥത്തില് എന്താണ് ഇവിടെ നമ്മളെ ബോധ്യമാക്കിയിട്ടുള്ളത്? ജനം അധിപതിയാകുന്നൊരവസ്ഥ. ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ ആ ഭരണ സംവിധാനത്തിൽ അധിപതിയായി ജനം ഉള്ളൊരവസ്ഥ. ജനം അധിപതിയാകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടെ ലഭിക്കുന്ന സൗകര്യം എന്ന് പറയുന്നത് വോട്ടവകാശമാണ്. 5 വർഷത്തിലൊരിക്കൽ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നു. വോട്ട് ചെയ്യുമ്പോൾ ആരൊക്കെയോ അവിടെ കൊണ്ടു നിർത്തിയ, ആരൊക്കെയോ സജസ്റ്റ് ചെയ്ത, ആരൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച കുറച്ച് ആളുകൾ ഒരു പാനലിൽ ഉണ്ടാവുന്നു. ഇതിൽ വേണ്ടവരെ ചൂസ് ചെയ്യാമെന്നുള്ള ഒരു തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം എന്ന് പറയാൻ പറ്റില്ല, ഒരു 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 സാധ്യത അവിടെ കൊടുക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യമായിട്ട് വരുന്നത്. ജനം അധിപതിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് ജനം ഈ കാര്യങ്ങളെ റൂൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമല്ലോ, അല്ലെ? അപ്പൊ വോട്ടവകാശം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ജനാധിപത്യം എന്നുള്ളൊരവസ്ഥ തന്നെയാണോ? വോട്ട് ചെയ്യൽ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷെ ഈ വോട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ജനത്തിന് ആധിപത്യം കൈവരുമോ? ശരിക്കും ജനാധിപത്യത്തിന് വേണ്ടത് ബോധം ഉള്ള പൗരന്മാരെയാണ്, അല്ലെ? ഈ യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഭരണരീതിയാണോ അതോ ജനങ്ങളുടെ അഭിപ്രായമാണോ? ഈ ഒരു വ്യത്യാസമുണ്ട്. ജനങ്ങളുടെ ഒരു അഭിപ്രായം അവിടെ ക്രമീകരിക്കപ്പെടുന്നുണ്ടോ? ജനാധിപത്യം എന്നുള്ളത് ഒരു ഭരണരീതിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. ഭരണരീതിയായിട്ട് ജനത്തിന്റെ വാക്കുകൾ, ജനത്തിന്റെ ആവശ്യങ്ങൾ, ജനത്തിന്റെ താല്പര്യങ്ങൾ എന്നുള്ളത് അവിടെ കേൾക്കപ്പെടുന്നുണ്ടോ? ജനപ്രതിനിധി എന്ന് പറയുന്ന ആളുകൾ ആരാണ് പ്രതിനിധിയാവുന്നത്? ജനത്തിന്റെ ശബ്ദത്തെ കേൾക്കുന്നവരാണോ? സത്യത്തിൽ ജനാധിപത്യം എന്നുള്ളത് കൊണ്ട് ഈ ജനാധിപത്യം എന്നുള്ള ആശയം കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല്, ഈ ഭരണം എന്നുള്ള സംവിധാനത്തിൽ നമുക്കുള്ള ഉത്തരവാദിത്തം, പങ്കാളിത്ത ഉത്തരവാദിത്തം, ജനത്തിന് ആ ഭരണത്തിൽ പങ്കുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോ ആ ജനാധിപത്യം വരുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അധിപതിയുടെ പദങ്ങൾ കേട്ടുവിടെ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ അധിപതിയാണ്, നമ്മൾ അതിന്റെ മുകളിലാണ് എന്നുള്ളതാണ്. ഇത് കേൾക്കാൻ സുഖമുള്ളൊരു കഥയാണ്. അങ്ങനെ നമ്മൾ അധിപതിയാകുന്നു, നമ്മൾ ലോകത്തെ ഭരിക്കുന്നു, നമ്മളുടെ മേളിലാണ് ഇതുണ്ടാവുന്നത്. അതായത് രാജാവിന്റെ ഭരണത്തിന്റെ കിങ്കരത്വം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ കുറച്ച് ആളുകൾക്ക് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ത്രില്ലടിക്കുന്ന, സുരേഷ് ഗോപി പടം കണ്ടതുപോലെയുള്ള ഒരു ത്രില്ലടിക്കുന്ന ഒരു അവസ്ഥ വരുന്നൊരു കഥയാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനം അധിപതിയാകുന്ന ഒരവസ്ഥ. അത് കാരണം ഭരണത്തില് ഈ കിങ്കരത്വം എന്നുള്ളതിന്റെ ആ ഭരണത്തിൽ എനിക്ക് ആധിപത്യമുണ്ട് എന്നുള്ള ഒരവസ്ഥ. അത് ഇല്ലാന്നറിഞ്ഞാലും നമ്മൾ അതിന്റെ ഒരു സുഖശീതളിമയിൽ ഇരിക്കുന്നതാണ് ഇന്നത്തെ ജനാധിപത്യം, അല്ലെ? നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായത്തിനും അവിടെ ഒരു സ്ഥാനമില്ല, നമ്മുടെ താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല. നമുക്ക് നല്ലതെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, മറ്റാരോ തീരുമാനം. ഇപ്പൊ ഗ്രാമസഭ ഉണ്ടെങ്കിലും ജനകീയാസൂത്രണം ഉണ്ടെങ്കിലും ഒക്കെ നമ്മുടെ അഭിപ്രായങ്ങളല്ല, നമ്മുടെ ആവശ്യങ്ങൾ മുൻപോട്ട് വെക്കുന്ന സമയത്ത് അതിന് ഫണ്ടുണ്ട്, ഫണ്ടില്ല, അല്ലെങ്കിൽ അനുമതി തരാം, അനുമതി തരില്ല എന്നുള്ളത് ഈ അനുമതിയാണ്. ആരോ അനുവദിക്കുന്നതാണ്. നമ്മൾ ആവശ്യപ്പെടുന്നതല്ല അവിടെ സംഭവിക്കുക. പ്രാദേശികമായി നമ്മുടെ ആവശ്യങ്ങളല്ല അവിടെ നടപ്പിലാക്കപ്പെടുക.
അപ്പോ പങ്കാളിത്തം എന്ന് പറയുന്ന സത്യത്തിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ന് പറയുന്ന ജനാധിപത്യത്തിൽ അതില്ല. സത്യത്തിൽ യഥാർത്ഥ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്നുള്ളത്, വിവേകം എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടുമ്പോൾ, അതായത് പൗരന്റെ സ്വാതന്ത്ര്യവും പൗരന്റെ വിവേകവും ഭരണതലത്തിൽ എത്തുമ്പോഴാണ് അത് യഥാർത്ഥ ജനാധിപത്യമാകുന്നത്, അല്ലെ? സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവണം. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഈ സ്വാതന്ത്ര്യം അപ്ലൈ ചെയ്യപ്പെടുന്നത് വിവേകത്തോടു കൂടിയാണ്. ഒരു കുഞ്ഞുകുട്ടി ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് നടന്ന് കയറിയിരിക്കട്ടെ, മാതാപിതാക്കൾ അയാളെ അനുവദിക്കില്ല അതിന്. കാരണം ഇതിന് ഈ കെട്ടിടത്തിന്റെ മുകളിൽ പാരപ്പെട്ട് കവിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ താഴെ പോകും. അത് അവിടെ ഒരു ലിമിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള വിവേകം കുഞ്ഞിനുണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമുള്ളൂ. അല്ലാത്തൊരു സ്വാതന്ത്ര്യം എന്നുള്ളത് ദുസ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അസ്വാതന്ത്ര്യമാണ്, അത് അപകടമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്ന അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കയറ്റി വിടാനുള്ള ഒരു അനുമതി മാതാപിതാക്കൾ കൊടുക്കുക. പിന്നെ അനുവദിക്കേണ്ട കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് സ്വയം വിവേകത്തോടു കൂടി ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചുകൊള്ളും. അതുപോലെയുള്ള ഒരു പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനം അധിപതിയാകുന്നു എന്ന് പറയുമ്പോൾ ജനത്തിന് റൂള് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. ആരാണ് റൂള് ചെയ്യേണ്ടത്? ഏതൊരു വ്യവസ്ഥയും, വ്യവസ്ഥാ നിയമപ്രകാരം ഏതൊരു വ്യവസ്ഥയ്ക്കും ആ വ്യവസ്ഥയുടെ പർപ്പസ് എന്താണെന്ന് അറിയുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ പർപ്പസിനെ അറിയുന്ന ന്യൂക്ലിയസ് ആണ് ഈ മൊത്തം വ്യവസ്ഥയുടെ കാര്യങ്ങളെ ഏതു വഴിക്ക് പോകണം, എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയോ കമാൻഡ് ചെയ്യുകയോ ചെയ്യേണ്ടത്. ഇത് ശരീര വ്യവസ്ഥയിൽ അങ്ങനെയായിരിക്കും, ഒരു വനവ്യവസ്ഥയിൽ അങ്ങനെയായിരിക്കും, ഒരു ജൈവ വ്യവസ്ഥയിൽ അത് അങ്ങനെയായിരിക്കും. നിങ്ങൾ ഒരു കോർപ്പറേറ്റിനെ എടുക്കുക, ആ കോർപ്പറേറ്റിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, സിഇഒ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ സിഇഒയുടെ വീക്ഷണത്തിനനുസരിച്ചാണ് ആ കമ്പനി മുൻപോട്ട് പോവുക. അതുപോലെ ഒരു ബയോട്ടിക് സിസ്റ്റത്തിൽ, ഒരു ജൈവ സംവിധാനത്തിനകത്ത് അതിന്റെ ന്യൂക്ലിയസിന്റെ കാഴ്ചയ്ക്കും വീക്ഷണത്തിനും അനുസരിച്ചാണ്, അതിന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ്, അതിന്റെ എന്താ പറയാ നയങ്ങൾക്കനുസരിച്ചാണ്, അതിന്റെ മിഷൻ അനുസരിച്ചാണ് കാര്യങ്ങൾ മുൻപോട്ട് പോവുക. അപ്പോ അവിടെ ആ അധിപതിയാകുന്ന ന്യൂക്ലിയസ് ആകുന്ന വ്യക്തി അധിപതിയാകുന്നു എന്നുള്ളതാണ്. അധിപതിയാകുന്ന വെച്ചാൽ എന്റെ മുകളിലേക്ക് റൂള് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോ അഡോളസന്റ് പീരീഡിൽ എത്തിയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യം എടുക്കാൻ പ്രായമായി, പക്വമായി എന്നുള്ള വിചാരമാണ് ഉണ്ടാവുക. മാതാപിതാക്കൾ നോക്കുന്ന സമയത്ത് ഇതെന്റെ കുട്ടിയാണ്, കുട്ടിക്ക് ഈ സ്വാതന്ത്ര്യം എടുക്കാനുള്ള പ്രായമായിട്ടുള്ള അറിവായിട്ടില്ല. അപ്പോ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളോട് വല്ലാതെ റിബൽ നേച്ചറിലായിരിക്കും ഈ അഡോളസന്റ് പീരീഡിൽ ഒരു കുട്ടി പെരുമാറുക. കാരണം കുട്ടി മനസ്സിലാക്കുന്നു ഞാൻ മുതിർന്നു, എനിക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനായി എന്ന്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകുന്നു ആയിട്ടില്ല എന്ന്. 16 വയസ്സായ കുട്ടിക്ക് വാഹനം ഓടിക്കാൻ പ്രാപ്തിയായി എന്നുള്ളത് കുട്ടിക്കറിയാം, അച്ഛനും അമ്മയ്ക്ക് അറിയാം ആയിട്ടില്ല എന്ന്. നിയമത്തിന് വളരെ നന്നായിട്ടറിയാം ഈ കുട്ടിക്ക് പക്വത വന്നിട്ടേയില്ല, വരാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് നിയമപരിരക്ഷ കൊടുത്തിട്ടുള്ളത് 18 വയസ്സിന് ശേഷം വണ്ടി ഓടിച്ചാൽ മതി എന്നുള്ളതാണ്. ഇത് കുട്ടിക്ക് മനസ്സിലാവണ്ടേ? മനസ്സിലാകാത്ത കുട്ടിയുടെ കയ്യിൽ വാഹനം കൊടുത്താലോ? ഇതാണ് കൃത്യമായിട്ട് വിവേകം എന്നുള്ളൊരു അവസ്ഥ എന്താണെന്ന് അറിയാത്ത, സ്വാതന്ത്ര്യം എന്താണെന്നും എന്തിനാണെന്നും അറിയാത്ത ഒരു ജനതയുടെ കയ്യിലേക്ക്, അതായത് പക്വത വരാത്ത, പാകം വരാത്ത, പ്രായമാകാത്ത ഒരു ജനതയുടെ കയ്യിലേക്ക് ഭരണ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിട്ട് അവിടെ ആ നേതൃപക്ഷത്ത് വരികയും അവർ ഇത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അവിടെ താനാണ് ഭരിക്കുമെന്ന് വിചാരിച്ചു വശാകുന്ന സാധാരണ പൗരൻ ഒരു വിധേയത്വത്തിനും പെടാതെ, അതേസമയം നേതൃത്വം തരുന്ന ആ നേതൃത്വം അവിടെ നിന്നും കൈയിട്ട് വാരിയോ എങ്ങനെയെങ്കിലുമൊക്കെ തരുന്ന ചില ഔദാര്യങ്ങൾക്ക് വേണ്ടി, ചില പ്രത്യേക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഓച്ചാരിച്ച് തീർക്കുകയും ബാക്കിയുള്ളതിനെല്ലാം തനിക്ക് കീഴിലാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു അസംഗത്യം ഇവിടെ നടപ്പിലാകുന്നുണ്ട്. ജനാധിപത്യ പ്രക്രിയ മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് സമത്വമാണ്. പ്രകൃതിയിൽ സമത്വം എന്നൊരവസ്ഥയുണ്ടോ? എനിക്കറിയില്ല. പ്രകൃതിയിൽ അങ്ങനെ ഒരു സമത്വം എന്നൊരു അവസ്ഥയല്ല, അത് മനുഷ്യന്റെ ഭാവനയാണ് സമത്വം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ സമമിതിയാണ്. എന്റെ കൈയുടെ 5 വിരൽ, ഈ 5 വിരലുകൾക്കും ഈ 5 വിരലിലും ഇവിടെ സ്ഥാനമുണ്ട്. 5 വിരലിലും 5 അവസ്ഥകളാണ്, 5 പൊസിഷനാണ്, 5 സ്ഥാനങ്ങളാണ്, 5 വലിപ്പങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സമമല്ല.
എന്നാൽ ഈ 5ഉം കൂടെ ചേരുമ്പോഴാണ് എന്റെ കൈ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് 5നും ഒരുപോലെ മാനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അളക്കപ്പെടുന്നു, കണക്ക് കൂട്ടപ്പെടുന്നു, കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നൊരവസ്ഥയുണ്ട്. അതിനെ സമമിതി അഥവാ സിമെട്രി എന്നാണ് പറയുക. ആ സിമെട്രി എന്നുള്ളൊരവസ്ഥയാണ് പ്രകൃതിയിലുള്ളത്. സിമെട്രി എവിടെ നിലനിൽക്കുള്ളൂ? സിമെട്രി നിലനിൽക്കുള്ളൂ എന്നുള്ളപ്പോ സമത്വമാണ് ഇവിടെ ഉള്ളത് എന്ന ഭാവന, അത് നമ്മളെ കെട്ടിയിടാനുള്ള ഭാവനയാണ്. ഈ ഭാവനയിൽ നിൽക്കുന്ന ആളുകൾ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാതെയാണ് നിൽക്കുന്നതല്ലേ. യാഥാർത്ഥ്യബോധമില്ലാത്ത ജനത എളുപ്പം നിയന്ത്രിക്കപ്പെടും. കാരണം നിങ്ങൾക്ക് ഈ അവകാശങ്ങളുണ്ടെന്ന്, നിങ്ങളുടെ സമത്വസുന്ദരമായ സംവിധാനത്തിനകത്ത് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ താല്പര്യമുണ്ടെന്ന്, ഇടമുണ്ടെന്നുള്ള ഒരവസ്ഥ അവന്റെ ഉള്ളിൽ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അവൻ ആ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന സമയത്ത് അവൻ അവിടെ നിയന്ത്രിക്കപ്പെടും. അവൻ അതിനനുസരിച്ച് നല്ല അനുസരണയുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ ഇതിന്റെ പുറകെ പോകും. സത്യത്തിൽ അവിടെ ബോധോദയം ഉണ്ടാവുകയാണ് വേണ്ടത്. ഈ ജനതയ്ക്ക് ബോധോദയം ഉണ്ടാവുകയാണ്. ബോധോദയം എന്ന് വെച്ചാൽ എന്താ? വിദ്യാഭ്യാസമാണ്. നമ്മളിവിടെ വിദ്യാഭ്യാസം ഉയർന്നു, അതുകൊണ്ട് ബോധോദയം ഉണ്ടായി എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ബോധോദയ കാലഘട്ടം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിവും ബോധവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ബോധം എന്നുള്ളത് സത്യത്തില് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഈ മനുഷ്യരുടെ ഉള്ളിൽ ബോധം ഉണരുന്നത് എപ്പോഴാണ്? മനസ്സിലാക്കുക, ഈ വിവരശേഖരം എന്ന് പറയുന്നത്, അറിവ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ്. വിവരശേഖരം എന്ന് പറയുന്നത് ഒരിക്കലും ബോധോദയാണ്. ബോധം എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിവാണ്. ഇപ്പൊ കെട്ടിടത്തിന്റെ തുമ്പത്ത് പോയി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോയി ഒരു കാല് ഇടകൾ നടന്നാൽ താഴത്തേക്ക് പോകുമെന്നില്ല. അപ്പുറത്തേക്ക് ചാടിയാലല്ല, അവിടെ ചെന്ന് നിൽക്കുന്നതിനിടയിൽ യാദൃശ്യമായിട്ടൊരു കാറ്റ് വന്ന് കാലം നിടറുക താഴെ പോകുമെന്നുള്ള മുൻകൂർ തന്നെ കാര്യങ്ങൾ അറിയാനുള്ള വിവരം ഉണ്ടാകും എന്നാണ്. ആ വിവരം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ അല്ല, അത് സ്വയം തിരിച്ചറിവാണ്. അവിടെ ഈ കാര്യകാരണങ്ങളെ, പരിസരത്തെ ഘടകങ്ങളെ എല്ലാം തമ്മിലുള്ള ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റണം. ബന്ധങ്ങളുടെ പരസ്പര ആശ്രയത്വം മനസ്സിലാകണം. ബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പരിസരവും തമ്മിലുള്ള ബന്ധം, ഞാനും എന്റെ അയൽപക്കത്തുള്ള വസ്തുക്കളും തമ്മിലുള്ള ബന്ധം, ഞാനും കാലഘട്ടവും തമ്മിലുള്ള ബന്ധം, ഈ തരം ബന്ധങ്ങളുടെ പരസ്പര ആശ്രയത്വം മനസ്സിലാക്കുമ്പോഴാണ് ഈ ബോധം ഉണ്ടാവുക. നമ്മുടെ ആ നമ്മളും നമ്മുടെ പരിസ്ഥിതിയും തമ്മിലുള്ള, നമ്മളും നമ്മുടെ ലോകവും തമ്മിലുള്ള, നമ്മളും നമ്മുടെ കാലഘട്ടവും തമ്മിലുള്ള, അല്ലെങ്കിൽ സ്ഥലകാല രൂപഭാവങ്ങൾ എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ബോധ്യപ്പെടുമ്പോഴാണ് ഈ ബോധം എന്നുള്ളത് ഉദിക്കുക. ഈ ബോധം എന്നുള്ളത് പരസ്പര ബന്ധത്തെ എത്ര പേർക്ക് അറിയാം? ഇപ്പോ എനിക്ക് പണം ഉണ്ടാക്കാൻ പ്രൊഡക്ട്സ് വിൽക്കണം. ആ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ മണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പിക്കണം. മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മറ്റേ കൃഷിഭവനിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന മരുന്നുകൾ ഇട്ടാൽ മതി എന്ന്. അതുകൊണ്ട് മരുന്ന് കൊടുക്കുന്നു. മരുന്ന് എന്ന് വെച്ചാൽ ഔഷധം എന്ന് വെച്ചാൽ രോഗം മാറ്റാനുള്ള സാധനം. സായിപ്പ് പഠിപ്പിച്ചതാ. ഇപ്പൊ രോഗം മാറ്റാനുള്ള ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ കീടനാശിനികൾ തളിക്കുന്നു. കീടനാശിനി തളിക്കുന്ന സമയത്ത്, മരുന്നെന്ന പേരിൽ തളിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളില്, നമ്മുടെ ഉപബോധ ചിത്രത്തിൽ ഉണ്ടാകുന്നത് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊരു കാര്യമാണ്, എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊരു കാര്യമാണെന്നുള്ളത്. മണ്ണും ജീവനും തമ്മിലുള്ള ബന്ധം, മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഭക്ഷണവും മണ്ണും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധത്തെ സമഗ്രമായി ബോധ്യപ്പെടാത്ത ഒരാൾ, അയാൾ എന്തിനി എന്തൊക്കെ ശാസ്ത്രം പഠിച്ചാലും ശരി, എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നുപോയാലും ശരി, ഇത് ഈ ഒരു കൃഷി രീതിയിലേക്ക് അവലംബിച്ചാൽ, അത് കൃഷിഭവൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന രീതിയിൽ കൃഷി ചെയ്യാനെന്നുള്ളതുകൊണ്ട് ആ കൃഷി രീതി അവലംബിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല, തുടർന്നുണ്ടാക്കാൻ കഴിയില്ല. കാരണം മണ്ണിന്റെ ആ ശേഷികളെല്ലാം തന്നെ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോ വിദ്യ കൊണ്ട് നമ്മൾ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് പഠിച്ചിട്ട് കാര്യമില്ല. ഇതിന് തമ്മിലുള്ള സമഗ്ര ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യകരമായി സസ്റ്റൈനബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇതാണ് ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത്, ബോധം ഉണരുക എന്ന് പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിളാ പറഞ്ഞത്. ഇത് ഈ കൃഷിയിലെ മറ്റേ മണ്ണും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മണ്ണും സൂക്ഷ്മജീവികളും തമ്മിലുള്ള ബന്ധം, സൂക്ഷ്മജീവികളില്ലാത്ത ഒരു മണ്ണിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള, അല്ലെങ്കിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്, അവിടെ അജൈവമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ജീവന്റെ അംശത്തെ, ചൈതന്യത്തെ ഉരുവാക്കാൻ കഴിയില്ല എന്നുള്ള തത്വം, ഇതൊന്നും നമ്മളവിടെ പരിഗണിക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബോധം നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ബോധമില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്, മെക്കാനിക്കലായിട്ട്, യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് അർത്ഥം. ഈ ബോധമില്ലായ്ക, യാന്ത്രികമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
സമൂഹം ഏകീഭാവത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണെന്നുള്ള ധാരണ ഉണ്ടാവില്ല. ഒരു രാഷ്ട്രത്തിലെ പൗരന്മാർ എന്ന് വെച്ചാൽ ഞാൻ രാജഭരണകാലത്തെ രാഷ്ട്രത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ പൗരന്മാര് ഞങ്ങൾ ഇന്ന ദേശത്തെ ഇന്ന രാജാവിന്റെ പ്രജകളാണെന്നുള്ള ഏകീ മാനസമുണ്ട്. അവിടെ അവരെല്ലാവരും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അവിടെ വകുപ്പുണ്ട്. കാരണം ഇതിനെ ചേർത്ത് നിർത്തുന്ന പൊതുഘടകങ്ങളുണ്ട്. ഇവിടെ വിഭജനം എന്നുള്ളത്, വൈപരീത്യം എന്നുള്ളത്, വൈവിധ്യം എന്നല്ല കേട്ടോ, വൈപരീത്യം എന്നുള്ള രീതിയിൽ പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ ശേഷിയുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റും ലാഭമുണ്ടാക്കിയും പറ്റിച്ചും ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കച്ചവടം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള. അതാണ് ജനാധിപത്യ സമ്പ്രദായം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമൂഹത്തിലെ ആളുകൾ തമ്മിൽ പരസ്പരം എങ്ങനെയാണ് ബന്ധമുണ്ട്. ഇവരെ കോമൺ ആയിട്ട് നിർത്തുന്നത് എന്താണ്? കറപ്ഷൻ ആണോ? അല്ലെ? നമ്മുടെ രാജ്യത്തെ കുറെ കാലത്ത് കഥ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ കോമൺ ആയിട്ട് പിടിച്ചു നിർത്തുന്നത് കറപ്ഷനാണ്. ഇപ്പൊ ഇന്നലെ വളരെ ഭക്തനായിട്ടുള്ള ഒരാളുമായിട്ട്, എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്ന ഒരു ഭക്തനായിട്ടുള്ള ഒരാളുമായിട്ട് യാദൃശ്യമായിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ ഇട കിട്ടി. അദ്ദേഹമായി ഇരിക്കുന്ന അത്രയും നേരം കൊണ്ട് ഒരുപാട് പേരുടെ കുറ്റങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി എനിക്ക് കറപ്ഷന്റെ ചില ഓഫറുകൾ വെച്ചു തന്നു. അത് സൗജന്യമായിട്ട് കിട്ടുന്നതാണെങ്കിൽ നമ്മളത് കളയേണ്ട കാര്യമില്ല, നമ്മൾ എടുക്കല്ലേ വേണ്ടത് എന്ന രീതിയിലെ ചില കറപ്ഷന്റെ സൊല്യൂഷൻസ് പറയുന്നത് കേട്ടോ. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ പറയും, എന്റെ ഇന്ന ആളുകൾ അവിടെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫേവർ ചെയ്തു തരാം. നേരായ വഴി പോകുന്നതല്ല, വളഞ്ഞ വഴി പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാം എന്നുള്ളതാണ് സഹായം എന്ന് പറയുന്നത്. അപ്പോ കറപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തുന്ന കാര്യം, അല്ലെ? ഇവിടെ ജനാധിപത്യ പ്രക്രിയയുടെ ഒന്നില് കറപ്റ്റ് ചെയ്യാനുള്ള, കാര്യങ്ങളെ കറപ്റ്റ് ചെയ്ത് നമ്മുടെ സൗകര്യത്തിന് വഴക്കിയെടുക്കാനുള്ള, നമ്മുടെ ഇൻഡിവിജ്വലിസം നടപ്പിലാക്കാനുള്ള ഒരു തുരുപ്പ് ചീട്ട് എന്ന രീതിയിൽ ജനാധിപത്യം നിൽക്കുന്നു. പൗരന് പൗരബോധം എന്നുള്ളൊരു അവസ്ഥയില്ല, പൗരന് രാഷ്ട്രബോധം എന്നുള്ളൊരു അവസ്ഥയില്ല. ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് ജനാധിപത്യ പ്രക്രിയ അംഗീകരിക്കുന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ജനാധിപത്യത്തെ കൊണ്ടു നടക്കുന്ന ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാരാരും മുൻപോട്ട് വയ്ക്കാറുമില്ല. അപ്പോ സമൂഹം ഡിവൈഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്നു. കാരണം ഇവർക്ക് കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ കറപ്ഷനാണ്, ഈ വിഭജനമാണ്. ഈ വിഭജനത്തിന്റെ ആൽഗോരിതം കലയിൽ വെച്ചുകൊണ്ട് അവരെ ജീവിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചോളം ആ കറപ്ഷന്റെ മെറ്റീരിയലാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. കറപ്ഷന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന കാര്യം നടക്കണമെങ്കിൽ ആ വഴിക്ക് പോയി ഇത് ചെയ്താൽ ഇത് നടക്കും, എന്നാൽ പിന്നെ അവിടെ ഒരു 1000 രൂപ കൊടുത്താലും കുഴപ്പമില്ല, അതങ്ങ് നടക്കുമല്ലോ എന്ന രീതിയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? ബ്യൂറോക്രസി പ്രോപ്പർ അല്ലാത്തത് കൊണ്ട്. ജനാധിപത്യ പ്രക്രിയക്ക് ഈ കാര്യത്തെ കൃത്യമായി കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കി വെക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെ തന്റെ കാര്യങ്ങൾ നടക്കാതെ വരുന്നു എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് ജനം എളുപ്പം പ്രേരിതമാകുന്നു. എന്തുകൊണ്ട് ഇത് ഈസി ആയിട്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഇതിങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കോംപ്ലിക്കേറ്റഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ജനത്തിന്റെ ആധിപത്യമല്ല, അത് ബ്യൂറോക്രസിയുടെയോ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഗവേണിംഗ് സിസ്റ്റത്തിന്റെയോ ഒക്കെ ഭാഗമായി സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത്, സാധാരണ ജനം മനസ്സിലാക്കുന്നത്, നമ്മൾ വോട്ട് ചെയ്ത സംവിധാനത്തിലൂടെ വിജയിച്ച് എന്റെ അഭിപ്രായമാണ് അവിടെ നടപ്പിലാക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അവിടെയാണ് ഈ വികാര രാഷ്ട്രീയമൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ ഇപ്പോ ഒരു സിനിമാ നടൻ മുഖ്യമന്ത്രിയാകുന്നത്, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി, അതുകൊണ്ട് അയാൾ ആകട്ടെ എന്നുള്ള രീതിയിൽ വികാരത്തിന്റെ ഒരു ശക്തി അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ പാർട്ടി പൊളിറ്റിക്സിൽ എപ്പോഴും നമ്മുടെ ഈ പ്രൊപ്പഗാൻഡ നടക്കുന്നതിൽ എന്താണ്? ഈ നീതിയാണോ ധർമ്മമാണോ മുൻപോട്ട് വരുന്നത്? അല്ലല്ലോ, അവിടെ വികാരങ്ങളാണ്. ആ വികാരങ്ങൾ ഇളക്കിവിടാനാണ് പ്രചാരണങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ധർമ്മത്തിനോ നീതിക്കോ ന്യായത്തിനോ അല്ലെങ്കിൽ ഏകീകൃത ഭാവത്തിനോ പൗരബോധത്തിനോ ഒന്നും അവിടെ പ്രസക്തിയില്ല. അപ്പോ ജനത്തിന്റെ അജ്ഞത, അതുപോലെ തന്നെ ഭയം, പിന്നെ ആൾക്കൂട്ട മനഃശാസ്ത്രം, ശരിക്കും അതിന്റെ അകത്തേക്ക് കയറി എന്താണെന്ന് അറിയാനുള്ള മനസ്സിന്റെ അല്ലെങ്കിൽ വിമർശകാത്മകമായ ഒരു ചിന്തയുടെ അഭാവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രശ്നമാകുന്നുണ്ട്. സത്യത്തിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ജനാധിപത്യത്തെ പഠിക്കാൻ കഴിയും. പ്രകൃതിയിൽ ഈ ഭരണാധികാരി എന്നൊരവസ്ഥ യഥാർത്ഥത്തിലുണ്ടോ? ഉണ്ട്. ന്യൂക്ലിയസ് എന്നുള്ളൊരവസ്ഥ ഉണ്ട്, കേന്ദ്രം. ഇപ്പോ ഗോത്രങ്ങൾ എടുക്കുക, ഗോത്രത്തില് ഗോത്ര തലവനുണ്ട്, മൂപ്പനാണ്, മൂത്ത ആൾ. ഈ സിസ്റ്റത്തെ കൃത്യമായി മനസ്സിലാക്കിയവരാണ്, മൂപ്പനാണ്. അയാൾ ഭരണാധികാരിയല്ല, അധികാരിയല്ല, അയാള് മൂപ്പനാണ്, ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന ആ അറിവില്ലേ,
ഇതിങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള അറിവില്ലേ, ആ അറിവ് ഇങ്ങനെ ചുറ്റും പ്രേഷണം ചെയ്യുന്നു. ആ പ്രേഷണത്തിലൂടെ ഈ അവിടുത്തെ ഇക്കോസിസ്റ്റം, അവിടുത്തെ ഗോത്രത്തിന്റെ ആ ഒരു ഇക്കോസിസ്റ്റം സമതുലിതമായി പ്രവർത്തിക്കും. അവിടെ പരസ്പര ആശ്രയത്വം എന്നുള്ളൊരവസ്ഥ അവിടെ നിലനിൽക്കും. ആ പരസ്പരാശ്രയത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ മൂപ്പൻ എന്നുള്ളത് ഈ സംവിധാനത്തെ നിയന്ത്രിക്കുക. അവിടെ കേന്ദ്രീകൃത ഭരണമല്ല, അവിടെ ഒരു ജനസഭ തന്നെ ഉണ്ടാവുന്നത്. അവിടെയുള്ളത് ആധിപത്യമല്ല, ജനകീയതയാണ്. കാരണം ഈ ഗോത്രത്തലവൻ അയാൾ ഉറങ്ങണമെങ്കിൽ ആ ഗോത്രത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങളും വരെ, ദൂരെയുള്ള ആളുകൾ വരെ ഉറങ്ങണം. അവരുടെ സുരക്ഷയിലാണ് ഇയാളുടെ കൺസേൺ. അവിടെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി പോവുക എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം. അവിടെ ആ സംവിധാനത്തില്, പ്രകൃതിയില്, ഇപ്പൊ ഗോത്രം എടുത്തു കഴിഞ്ഞാൽ ശരി, വനത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ജീവിയും അതിൽ പങ്കാളിയാണ്, അല്ലെ? ഈ പരസ്പരാശ്രയത്വത്തില് ഈ ജീവനുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലാണ് പ്രകൃതിയിൽ ഈ അവസ്ഥ നിൽക്കുന്നത്. അവിടെ റൂളിംഗ് അല്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകലാണ്. അപ്പോ ആ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ എല്ലാം തമ്മിലുള്ള ഒരു ഇന്റഗ്രൽ ആയിട്ടുള്ള ഫോം, എല്ലാം തമ്മിൽ സമഗ്രമാകുന്ന പരസ്പരാശ്രയത്വത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാവം വേണം. ഈ പരസ്പരാശ്രയത്വം ആണ് നമ്മുടെ സമാജത്തിന്റെ, നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പ് എന്ന് ആർക്കാണ് മനസ്സിലാവുക? ബോധമുണർന്നൊരു വ്യക്തിക്ക്, എന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ബോധമുണർന്ന ഒരു വ്യക്തിക്ക്. അങ്ങനെ ബോധമുണർന്ന ഒരു വ്യക്തിയിലാണ് അവൻ ഈ പറയുന്ന രീതിയിലുള്ള ജനകീയ പ്രക്രിയയ്ക്ക് പാകത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുക. കാരണം സ്വാതന്ത്ര്യം അയാൾക്കാണ് കൊടുക്കാൻ കഴിയുക, അയാൾക്കാണ് സ്വാതന്ത്ര്യത്തിന് അർഹതയുള്ളത്. അപ്പൊ വ്യക്തി എന്ന് പറയുന്നത് കൂടിച്ചേർന്നിട്ടാണ്, കുറെ വ്യക്തികൾ കൂടിച്ചേർന്നാണ് സമൂഹം ഉണ്ടാകുന്നത്. അപ്പോ ഈ അർഹത ഒരു വ്യക്തിയിൽ ഉണ്ടാവും. അയാൾക്ക് ജനകീയത എന്നുള്ളൊരു അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ, ജനത്തിന്റെ ധർമ്മം എന്ത്, സിവിക് സെൻസ് എന്താണ്, സിവിക് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുള്ള ഒരാൾക്ക്, ആ ബോധമുണർന്ന ഒരാൾക്ക് അയാൾക്കത് നടപ്പിലാക്കാൻ കഴിയും. ഇതൊരു സമൂഹത്തിന്റെ മൊത്തം അവസ്ഥയാകുമ്പോഴോ ഈ വ്യക്തികളുടെ ടോട്ടൽ പ്രതിഫലനമാണല്ലോ സമൂഹമായിട്ടുണ്ടാവുക. ഒരു വ്യക്തിയിൽ മാത്രം ഇതുണ്ടായിട്ട് കാര്യമില്ല, എല്ലാ വ്യക്തികളിലും അത് ഉണ്ടാകുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ ജനകീയത എന്നുള്ളത് അവിടെ നടപ്പിലാകും. ഇല്ലെങ്കിലോ ജനകീയത നടപ്പിലാവില്ല. ജനാധിപത്യം ആണ് നടപ്പിലാവുക. അധിപതി വേണ്ടി വരും. നമ്മൾ ജനാധിപത്യത്തിൽ സമത്വമാണെന്ന് പറയുമ്പോ ആധിപത്യം എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അധിപതി ഇല്ലേ, റൂളർ ഇല്ലേ? ഇവിടെ റൂളർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കായികമായിട്ട് ഇത് എന്താ പറയുക, ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം, മിലിറ്ററി ഫോഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക പോലീസ് ഫോഴ്സോ ഇവിടെ ഇല്ലേ? അപ്പോ ജനം അധിപതിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ജനം എന്ന് വെച്ചാൽ ജനത്തിന്റെ പേരിൽ ചിലർ അധിപതിയായി നിൽക്കുന്നു. ആ ആധിപത്യമാണ് നടക്കുന്നത്, ജനകീയതയല്ല. ജനകീയത നടപ്പിലാകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബോധമുണരണം. ശരിയായ ബോധമുള്ള, ബോധിതരായ വ്യക്തികളുടെ കൂട്ടമാണ് ഒരു ആരോഗ്യകരമായ സമൂഹത്തെ ഉണ്ടാക്കുക. ഈ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത്, സമൂഹം അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ വ്യക്തി ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. അപ്പോ ഒളിമ്പസ് ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് വേറിട്ട് കൊണ്ടല്ല, ഡിറ്റാച്ച് ചെയ്തുകൊണ്ടല്ല. അവന്റെ ആ ബോധപൂർവമായിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങി, പ്രകൃതിയോട് കണക്ട് ചെയ്ത് സമഗ്ര ബോധ്യത്തോടു കൂടിയുള്ള അവന്റെ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, ആ എക്സ്പാൻഷനാണ് അവന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവുക. ആ എക്സിസ്റ്റൻസിന്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെൻഡഡ് ഫോമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതിന്റെ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ആ രാഷ്ട്രം നിലനിൽക്കുക എന്നുള്ളത് പ്രകൃതിയോട് ചേർന്നുകൊണ്ടാണ്, പ്രകൃതിയിൽ തന്നെ ആയിരിക്കുന്നതാണ്, പ്രകൃതിയായിരിക്കുന്നതാണ്. ആ ഇക്കോളജിക്കൽ അവയർനെസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അവന്റെ സൊസൈറ്റിയുടെ പക്വത എന്ന് പറയുന്നത്. ആ ഇക്കോളജിക്കൽ അവയർനെസ് ആണ് സാമൂഹ്യമായിട്ടുള്ള ഒരു പക്വത എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് ജനകീയത എന്ന് മാറ്റി വായിക്കേണ്ടതുണ്ട്. അപ്പോ ജനാധിപത്യം എന്നുള്ള ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ നടപ്പിലാകുന്നത് ഒരു ജനത്തിലെ ഓരോരുത്തർക്കും ഈ സമഗ്രമായ ബോധ്യം, ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ്.
പ്രകൃതിയുമായി പാരിസ്ഥിതികമായ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ, പരിസ്ഥിതി വെച്ചാൽ മരം നടുക, മരം മറ്റേ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ള ഇക്കോളജിക്കൽ ബോധ്യത്തെ കുറിച്ചല്ല പറയുന്നത്. അതൊക്കെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഇക്കോളജി, അതിനകത്ത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം ഓരോ വ്യക്തിയിലും ഉണ്ടാകും. അവിടെ ഇവയുടെ ആ ഒരു നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ്, ഈ മ്യൂച്വൽ ഇന്ററാക്ഷനിൽ നിൽക്കുന്ന ഇന്റർ കണക്റ്റഡ്നെസ് എന്താണ്, അതിൽ എന്റെ സ്ഥാനം എന്താണ്, ആ വെബ് ഓഫ് ലൈഫിൽ എന്റെ സ്ഥാനം എന്ന്, എന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. ഈ സമഗ്ര ബോധ്യം ഉണ്ടാകുന്നവന്റെയാണ് ബോധമുണർന്നു എന്ന് പറയുക. ആ ബോധമുണർന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് ജനകീയത എന്നുള്ളൊരവസ്ഥ സംഭവിക്കുക. അങ്ങനെയുള്ളവർ ഇതിന്റെ തലപ്പത്ത് വരുന്ന സമയത്ത് ജനാധിപത്യം സംഭവിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അങ്ങനെ എല്ലാവർക്കും ബോധോദയം ഉണ്ടാകുന്ന സമയത്താണ് ജനാധിപത്യം എന്നുള്ളത് പ്രായോഗികമാവുക എന്നുള്ളത് വർഗീസേട്ടൻ പറഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ജനാധിപത്യം പ്രായോഗികമാവുക എന്നുള്ളൊരവസ്ഥ സംഭവിക്കണമെങ്കിൽ സമൂഹത്തിലെ എല്ലാവർക്കും ബോധം ഉദിക്കണം, സമഗ്ര ബോധ്യം ഉണ്ടാവണം, ഇക്കോളജിക്കൽ റൂട്ട് ഉണ്ടായിരിക്കണം. ഫിസിക്കലി എങ്ങനെയെന്നുണ്ടെങ്കിലും ഫിനോമിനലി മെന്റലി അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെയൊന്നും ഇല്ലാത്തിടത്ത് ജനാധിപത്യം എന്നുള്ളത് പ്രായോഗികമാകില്ല, ജനകീയത പ്രായോഗികമാവില്ല. പിന്നെയുള്ളത് ജനത്തിന്റെ ആധിപത്യമാണ്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ജനാധിപത്യം എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ജനാധിപത്യം എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ജനകീയത എന്നാണ്. ഈ സാധനം നടപ്പിലാവണമെങ്കിൽ ബോധോദയം ഉണ്ടായ ഒരു സമൂഹത്തിലേ നടക്കുള്ളൂ. അത് നടക്കാത്തിടത്തോളം ജനാധിപത്യം എന്ന പേരിൽ ഇപ്പൊ അറിയപ്പെടുന്ന അധിപതികൾ നിലനിൽക്കുന്ന ഒരു സംവിധാനം നടപ്പിലാവും. അവര് നമ്മളെ റൂൾ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അതിനകത്ത് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ബോധം, ഒരു വ്യക്തിക്ക്, ഈ സമൂഹത്തിന് ഒരു വ്യക്തിക്ക് ബോധം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അവരിതിനെ അനുകൂലിപ്പെട്ട് പോയേ പറ്റും. അപ്പോ ജനാധിപത്യം എന്നുള്ള പ്രക്രിയയെ നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ആധിപത്യമാണ്. അത് പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥയിലെ സംഭവിച്ചു പോരുന്ന ഒരു കാര്യമാണ്. പ്രകൃതിയിലെ സമതുലിതാവസ്ഥ, സിമെട്രിക്കലായിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ എല്ലാം തമ്മിൽ ഹാർമോണിയസ് ആകുന്ന, എല്ലാത്തിനെയും പരിഗണന കിട്ടുന്ന, എല്ലാവർക്കും സൗകര്യപ്രദമായി പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതാണ് ജനകീയത എന്ന് പറയുന്നത്. ജനാധിപത്യ സമ്പ്രദായം നമ്മളെ കോമ്പറ്റ് ചെയ്യാൻ, പണത്തിന്റെ പുറകെ ഓടാനാണ് പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ദാരിദ്ര്യം വിട്ടുമാറുന്നില്ല, വിഷമങ്ങൾ വിട്ടുമാറുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറുന്നില്ല. ഇതെല്ലാം ഇവിടെ പെർസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനാധിപത്യം എന്നുള്ളത് ഈ പരിസരത്ത് വന്നിട്ടേ ഇല്ല എന്നാണ് അർത്ഥം. ജനാധിപത്യത്തിൽ ഇവയെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകാനുള്ള ബോധവും ആ ഒരു ഒഴുക്കും ഉണ്ടായിരിക്കണം. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ നമ്മുടെ സർവൈവലിന് വേണ്ടി ശ്രമിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഇവിടെ കോമ്പറ്റീഷനാണ്, മാർക്കറ്റ് ഇക്കോണമിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യം എന്നുള്ള സമ്പ്രദായം ഇവിടെ വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ പേരിട്ട് വിളിക്കുന്ന സാധനം അത് മറ്റെന്തോ ആണ്. അപ്പോ ജനകീയതയിലേക്ക്, ജനാധിപത്യത്തിലേക്ക് വരണമെങ്കിൽ അവരും ഇവരൊക്കെ മാറട്ടെ, ഭരണകൂടം മാറട്ടെ, ഭരണഘടന മാറട്ടെ എന്നൊന്നും അല്ല പറയേണ്ടത്, ഞാൻ മാറട്ടെ എന്ന് പറയണം. എന്റെ ഉള്ളിൽ ഇവയെല്ലാം ഏകീകരിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഏകീഭാവം ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ജനകീയനാകുന്നു, ജനകീയനാകാൻ യോഗ്യനാകുന്നു. ആ യോഗ്യതയിലാണ് ഇത് തുടങ്ങുക. ആ യോഗ്യത നിങ്ങൾക്കും നേടാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.